വെൽക്കം. റഹ്മാനാണ്. ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ്സ് മെറ്റബോളിസം സീരീസിലെ വീഡിയോ ഗ്ലൈക്കോജെനസിസിനെ പറ്റിയാണ്. സോ എന്താണ് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയണം, എവിടെ നടക്കുന്നു എന്ന് പറയണം, സിഗ്നിഫിക്കൻസ് പറയണം, പ്രോസസ്, സ്റ്റെപ്സ്, എൻസൈംസ്, എനർജറ്റിക്സ് എന്നിവ പറയണം, ആൻഡ് ഫൈനലി റെഗുലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്ലൈക്കോജെനസിസിൽ പറയേണ്ടത്. ഗ്ലൈക്കോജെനസിസിലെ ഈ ജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനസിസ് മീൻസ് സിന്തസിസ് ആണ്. സോ ഗ്ലൈക്കോജൻ ഉണ്ടാക്കലാണ്. സോ ഗ്ലൈക്കോജെനസിസ് ഈസ് ദ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ആണ്. അപ്പൊ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഗ്ലൂക്കോസിന്റെ ഒരു ഹോമോപോളിമർ ആണ് ഗ്ലൈക്കോജൻ. ഹോമോപോളിമർ. സോ ഇറ്റ്സ് ദ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണ് ഗ്ലൈക്കോജൻ. സോ ഗ്ലൂക്കോസിന്റെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ ആനിമൽ സ്റ്റോറേജ് ഫോം ആണ് ഗ്ലൈക്കോജൻ. ചെടികളിൽ ഇത് സ്റ്റാർച്ച് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുക? രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഇത് സ്റ്റോർ ചെയ്യുക. ഒന്ന് ഈസ് ഇൻ ദ ലിവർ, കരളിൽ ഓരോ 100 ഗ്രാമിലും 10 ഗ്രാം വീതമുണ്ട്. സോ 10 ഗ്രാം പെർ 100 ഗ്രാം. അപ്പോൾ മൊത്തത്തിൽ ഒരു 280 കിലോ കാലറീസ് ഓഫ് എനർജിക്ക് തുല്യമായത് കരളിനകത്ത്. ആൻഡ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റോറേജ് സൈറ്റ് എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിലാണ്. സോ ഇറ്റ്സ് ഇൻ ദ ലിവർ ആൻഡ് സ്കെലിറ്റൽ മസിൽ. ഇവിടെ കുറവാണ്, 1 to 2 ഗ്രാം പെർ 100 ഗ്രാം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ മൊത്തം മസിൽ മാസ് ലിവറിനേക്കാൾ വളരെയധികം കൂടുതലാണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 480 കിലോ കാലറീസ്, അതിന് തുല്യമായിട്ടുള്ള ഗ്ലൈക്കോജൻ, മൊത്തം എനർജിക്ക് തുല്യമായ ഗ്ലൈക്കോജൻ മൊത്തം മസിലുകളിലാണ്. ഇപ്പോൾ മസിലാണ് മൊത്തത്തിൽ കൂടുതൽ. ഇനി കരളിലെയും മസിലുകളിലെയും എവിടെയാണ് ഇത് സൂക്ഷിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സെൽ വരച്ചു കഴിഞ്ഞാൽ ഇത് ന്യൂക്ലിയസ് ആണ്. സോ ഇറ്റ്സ് ഇൻ ദ സൈറ്റോപ്ലാസത്തിലാണ് ഇത് സൂക്ഷിക്കുക, സൈറ്റോസോളിലാണ് സൂക്ഷിക്കുക. രണ്ട് സ്ഥലത്തെയും ഈ ഗ്ലൈക്കോജന്റെ ശരീരത്തിലെ ഫംഗ്ഷൻ ഈസ് നോട്ട് വൺ ആൻഡ് സെയിം. രണ്ട് സ്ഥലത്തും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കരളിലുള്ള ഗ്ലൈക്കോജൻ അത് ഉപയോഗിക്കുന്നത് ഏർലി സ്റ്റേജ് ഓഫ് ഫാസ്റ്റിംഗിൽ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ട് പുറത്തേക്ക് വരിക. സോ ഇറ്റ്സ് ഇൻ ദ ബ്ലഡ്, ഗ്ലൂക്കോസ് ആയിട്ട് പുറത്തു വരും. സോ കരളിലെ ഗ്ലൈക്കോജൻ ഈസ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻ്റനൻസ് ആണ് അതിന്റെ ഫംഗ്ഷൻ കരളിലുള്ളത്. പക്ഷെ മസിലുള്ള ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് പുറത്തു വരത്തില്ല. അത് ഗ്ലൂക്കോസ് ആയിട്ട് ബ്ലഡിലേക്ക് പുറത്തു വരില്ല. ഇത് എക്സസൈസിങ് മസിൽസിന് വേണ്ടിയുള്ള ഒരു റിസർവ് ഫുഡാണ്. സോ റിസർവ് ഫുഡ് ഫോർ മസിലിന് വേണ്ടി മാത്രമാണ്. മസിലിലെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയി പുറത്തു വരാതിരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇൻ മസിൽസ് ദർ ഈസ് നോ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം മസിലിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് അത് ഗ്ലൂക്കോസ് ആയിട്ട് പുറത്ത് വരാത്തത്. അപ്പൊ അത് അവിടെ തന്നെ റിസർവ് ഫുഡ് ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. ഇനി ഈ പ്രോസസ് എപ്പോഴാണ് നടക്കുക എന്ന് ചോദിച്ചാൽ അത് ഭക്ഷണശേഷമാണ്. ഇൻ വെൽ ഫെഡ് സ്റ്റേജ്, ഭക്ഷണം നന്നായിട്ട് കഴിച്ച് കഴിയുമ്പോഴാണ് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക. ഗ്ലൈക്കോജൻ ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്ന ഹോർമോണിന്റെ പേര് ഇൻസുലിൻ എന്നാണ്. ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഇൻസുലിൻ ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേര് ഗ്ലൈക്കോജൻ സിന്തേസ് എന്നാണ്. ഗ്ലൈക്കോജൻ സിന്തേസ്. സോ ഈ ഗ്ലൈക്കോജൻ സിന്തേസിനെ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ മാറ്റും, ഡീഫോസ്ഫോറിലേഷൻ നടത്തും. സോ ഡീഫോസ്ഫോറിലേഷൻ നടത്തുമ്പോൾ ദിസ് വിൽ ബിക്കം ആക്റ്റീവ് ആകും. ഇത് ആക്റ്റീവ് ആകും. അപ്പോൾ അത് കൂടുതലായിട്ട് ഗ്ലൈക്കോജൻ ഉണ്ടാക്കും. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ മീൽസ് ഓർ ഫാസ്റ്റിംഗിന്റെ സമയത്താണ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ താഴുമല്ലോ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ താഴുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ബ്ലഡിനകത്തേക്ക് ഗ്ലൂക്കോസ് വരാനായിട്ടുള്ള സോഴ്സ് ആണ് നമ്മുടെ ഗ്ലൈക്കോജൻ എന്ന്, പ്രത്യേകിച്ച് ലിവറിലെ ഗ്ലൈക്കോജൻ. സോ അപ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നു, എന്തുകൊണ്ട് ഗ്ലൈക്കോജൻ ആക്കുന്നു, എന്തുകൊണ്ട് ഗ്ലൂക്കോസ് ആക്കി സ്റ്റോർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് നമുക്കറിയാം ഗ്ലൂക്കോസ് ഈസ് ഓസ്മോട്ടിക്കലി ആക്റ്റീവ് ആണ്. ഓസ്മോട്ടിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് എവിടെയെങ്കിലും കയറിയിരുന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അവിടേക്ക് വെള്ളം കയറും, അല്ലെ, വാട്ടർ കയറും. അപ്പോൾ ഈ സെല്ല് നശിക്കും, ഇഞ്ചുറി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് ആക്കി സ്റ്റോർ ചെയ്യാറ് ഗ്ലൈക്കോജൻ ആണ്. അപ്പോൾ വേറൊരു ഓപ്ഷൻ ആണല്ലോ ഫാറ്റ് ആക്കി സ്റ്റോർ ചെയ്ത് വെച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നമ്മൾ ഫാറ്റ് ആക്കുന്നുണ്ട് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് നമുക്ക് ഫാറ്റ് ഉണ്ടാക്കാം. പക്ഷെ മുഴുവൻ നമുക്ക് ഫാറ്റ് ആക്കി വെക്കാൻ പറ്റില്ല. കാരണം ആവശ്യം വന്നാൽ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ എനർജിയുടെ ഒക്കെ പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ RBC, റീനൽ കോർട്ടക്സ്, ടെസ്റ്റിസ്, കോർണിയ, ന്യൂറോൺസോ ഇവയ്ക്കൊന്നും ഈ ഫാറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കുന്ന പണിയില്ല. അവർക്ക് ഗ്ലൂക്കോസിൽ നിന്ന് തന്നെ വേണം എനർജി ഉണ്ടാക്കാൻ. മാത്രമല്ല ഫാറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം പിടിക്കും. ഓക്സിഡേഷൻ ഒക്കെ നടന്ന് അതിനൊക്കെ സമയം പിടിക്കും. ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ഓക്സിജനും വേണം. സോ ഓക്സിജൻ കുറഞ്ഞ ഇതൊക്കെ സമയത്ത് പ്രശ്നമാണ്. സോ ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ഓക്സിജനും വേണ്ട, മാത്രമല്ല വേഗം ഉണ്ടാക്കാം. സോ അതുകൊണ്ടാണ് നമ്മൾ കുറെ ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോജൻ സിന്തസിസ് ആൻഡ് എൻസൈം പറയണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഈ ഗ്ലൈക്കോജന്റെ ഒന്ന് സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ട് പോകാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഗ്ലൈക്കോജൻ നമ്മൾ പറഞ്ഞ ഒരു ഹോമോപോളിമർ ആണ്. ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസിന്റെ ഒരു ഹോമോപോളിമർ ആണ്. ഇപ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ ഇങ്ങനെ എടുത്തു
എടുത്തു, ഇതൊക്കെ ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ 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 അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സോ ദിസ് ക്യാൻ ബി ഗ്ലൈക്കോജൻ. പക്ഷേ ഗ്ലൈക്കോജൻ ഇങ്ങനെ മാത്രമല്ല, ഇറ്റ് ഈസ് ബ്രാഞ്ച്ഡ് ഓൾസോ. ഇങ്ങനെ 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 ഇവിടുന്നുണ്ട്, വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്യാം, ഇവിടുന്ന് മറ്റൊരു ബ്രാഞ്ച്, ഇതിങ്ങനെ ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ബ്രാഞ്ച്ഡ് ആയിട്ട് ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇങ്ങനെയാണ് ഗ്ലൈക്കോജൻ ഇരിക്കുക. സോ ഇങ്ങനെ ബ്രാഞ്ച്ഡ് ബട്ട് കോമ്പാക്ട് ആക്കി സോലിബിൾ ആക്കി ഉള്ള ഒരു ഫോമിലാണ് ഗ്ലൈക്കോജൻ ഇരിക്കുക. സോ അപ്പോൾ ഗ്ലൂക്കോസും തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചേരണം. ഇവിടുന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചേരണം, ഇവിടുന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചേരണം, ഇങ്ങനെ ഒട്ടിച്ചേർന്ന് പോകണം. സോ ഇതിന് രണ്ട് രീതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസ് ഇങ്ങനെ ലീനിയർ ആയിട്ട് ഒന്നായിട്ട് ഒന്ന് ഒട്ടിച്ചേരുന്നതിന് ഇപ്പം നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ് ഞാൻ വരയ്ക്കുക. ഗ്ലൂക്കോസ് വേഗത്തിൽ വരയ്ക്കാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 CH2OH ആണ് ഇവിടെ. ആൻഡ് ഇത് 1 പൊസിഷനാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് അടുത്ത ഇതിന്റെ 4ാമത്തെ പൊസിഷനിലേക്ക്, അടുത്ത ഗ്ലൂക്കോസിന്റെ 4th പൊസിഷനിലേക്ക്. ബാക്കിയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. ഇത് 4 പൊസിഷൻ എന്ന് വെച്ചാൽ ഇതിനാണ് നമ്മൾ α1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സോ ലീനിയർ ആയിട്ട് പോകുന്നതിന് ഇങ്ങനെയാണ് ലിങ്കേജ് എങ്കിൽ, ഇങ്ങനെ ഉള്ള ബ്രാഞ്ചിങ്ങിന്റെ ഉള്ളത് 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അത് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇപ്പോൾ ഗ്ലൂക്കോസ് ഇതാണെങ്കിൽ ഇത് ഗ്ലൂക്കോസ്, ഇത് 1 പൊസിഷൻ, ഇത് 2, ഇത് 3, ഇത് 4, 5, then 6. ഇങ്ങനെ ഇവിടെ അടുത്തത് നമുക്ക് ഇവിടെ വരാം. അടുത്ത ഗ്ലൂക്കോസ് ഇവിടെയാണ്. 1, 2, 3, 4, 5 ഇവിടെ ഈ കാർബണിലാണ് ഇത് പിടിക്കുക. സോ ഇതാണ് α1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സോ രണ്ടും വ്യത്യസ്തമാണ്. ഇവിടെ പിടിപ്പിക്കുന്നതല്ല, ഇങ്ങനെ പിടിപ്പിക്കുന്നതല്ല, ഇങ്ങനെ പിടിപ്പിക്കുക. ഇങ്ങനെ ലീനിയർ ആയിട്ട് പിടിപ്പിക്കുന്നത് 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണെങ്കിൽ ഈ ബ്രാഞ്ചിങ്ങിന് പിടിപ്പിക്കുന്നത് 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. സോ 2 തരം ഗ്ലൈക്കോസിഡേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ 2 തരം എൻസൈംസ് ആയിരിക്കും നമുക്ക് വേണ്ടത്. സോ അപ്പോൾ നമുക്ക് സ്റ്റെപ്പിലേക്ക് വരാം. സോ സ്റ്റെപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം സെല്ലിനകത്ത്, ഇത് സെല്ലാണെങ്കിൽ ഇതിനകത്തേക്ക് ഗ്ലൂക്കോസ് കയറും. സോ ഇതിനൊരു ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് വേണം. ലിവറിൽ ഇത് 2 ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. സോ അകത്ത് കയറിയ ഗ്ലൂക്കോസിനെ ഇനി പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് ബ്ലോക്ക് ആക്കും. സോ അതിന് നമുക്ക് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റണം. സെയിം ആസ് ഇൻ ഗ്ലൈക്കോളിസിസ്. സോ ഇവിടെ അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കൊരു ATP ഇവിടെ കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് ADP കിട്ടും. ആൻഡ് ഈ സ്റ്റെപ്പ് ഞാൻ വരച്ചത് ഇറിവേഴ്സിബിൾ ആയിട്ടാണ്. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആൻഡ് ഇത് ചെയ്യാനുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിച്ചാണ്. ഒന്നുകിൽ ഗ്ലൂക്കോകൈനേസ് ആണ്. ഗ്ലൂക്കൈനേസ് ലിവറിലാണ്. ദെൻ ഹെക്സോകൈനേസ് ഉണ്ട്. ഹെക്സോകൈനേസ് മസിലിനകത്ത്. ആൻഡ് രണ്ടും കൈനേസ് എൻസൈംസ് ആണ്. സോ നമുക്ക് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ നമുക്ക് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് ഒന്ന് നമുക്ക് സ്ഥലം മാറ്റണം. അപ്പോൾ ഗ്ലൂക്കോസ് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ, സ്ട്രക്ചർ ഞാൻ സ്ഥിരം വരയ്ക്കുന്നില്ല. ഇതാണ് 6-ഫോസ്ഫേറ്റ്. ഇവിടെ ആയിരുന്നു ഫോസ്ഫേറ്റ് ഇരുന്നതെങ്കിൽ, ഇവിടെയുള്ള കാർബണിലാണെങ്കിൽ അത് മാറ്റി നമുക്ക് ഇവിടത്തേക്ക് പിടിപ്പിക്കണം. അതാണ് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ്. സോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഈസ് ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ദി സ്റ്റെപ്പ് ഈസ് റിവേഴ്സിബിൾ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് ആക്ടിവേറ്റഡ് ആയി എന്ന് പറയാം. പക്ഷെ നമുക്ക് ഇത് പോരാ. ഗ്ലൈക്കോജൻ ആവുന്ന രീതിയിൽ തമ്മിൽ പിടിപ്പിക്കാൻ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ടിരുന്നാൽ പോരാ. ഈ ആക്ടിവേഷൻ പോരാ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ സിന്തസിസ് ഓഫ് UDP ഗ്ലൂക്കോസ് നമുക്കുണ്ട്. സോ നമുക്ക് UDP ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. സോ ഇതിന് നമുക്ക് UTP വേണം. UTP എന്ന് വെച്ചാൽ യൂറിഡിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. UTP ജസ്റ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ഇത് ഒരു ഷുഗർ ആണ്. ആൻഡ് ഷുഗറിന്റെ ഇവിടെ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് യുറാസിൽ എന്ന് പറയുന്ന സംഭവമാണ്. സോ ഇതാണ് UTP. സോ അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇതിലെ ഒരു ഫോസ്ഫേറ്റ്, ഇത് ഫോസ്ഫേറ്റ് ആണ്, ഇത് മാറ്റണം. ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിലെ ആ ഫോസ്ഫേറ്റും നമുക്ക് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരുന്നു, അതും നമുക്ക് മാറ്റാം. ഇത് രണ്ടും കൂടി മാറ്റിയിട്ട് ഇവർ തമ്മിലൊന്ന് കണ്ടൻസ് ചെയ്യാൻ പഠിപ്പിക്കുക. സോ UTP നൗ ബിക്കം UDP ഗ്ലൂക്കോസ്. UDP ഗ്ലൂക്കോസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എൻസൈം വേണ്ടത് UDP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറൈലേസ് ആണ്. പൈറോ വരാൻ കാരണം എന്താ? ഇവിടെ നിന്ന് ഒരു ഫോസ്ഫേറ്റ് പോയി ആൻഡ് ഇവിടെ നിന്ന് ഈ ഫോസ്ഫേറ്റും പോയിട്ടുണ്ട്. അപ്പൊ 2 ഫോസ്ഫേറ്റ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ പൈറോ എന്ന് വിളിക്കാൻ കാരണം. ആൻഡ് ഈ സ്റ്റെപ്പ് ഈസ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. സോ ഇപ്പോ ദിസ് നൗ ഇറ്റ് ഈസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. സോ ആക്ടിവേറ്റഡ് ആയി. ഗ്ലൂക്കോസ് ഈസ് നൗ ആക്ടിവേറ്റ്. ഇനി വേണം നമുക്ക് ഇങ്ങനെ 2 ഇങ്ങനെ പിടിപ്പിച്ചു പോകും. സോ ഈ സ്റ്റെപ്പുകളെല്ലാം ചേർത്ത് നമുക്ക് ആക്ടിവേഷൻ സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ UDP ഗ്ലൂക്കോസ് നമ്മുടെ കയ്യിലുണ്ട്. 2 UDP ഗ്ലൂക്കോസ് തമ്മിൽ അങ്ങ് പിടിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് പിടിപ്പിക്കാൻ ഒരു സംഭവം. സോ നേരത്തെ നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്ലൈക്കോജൻ ഉണ്ടെങ്കിൽ അതിൽ തുടർന്ന് അങ്ങ് പിടിപ്പിച്ചു പോകായിരുന്നു. സപ്പോസ് തിങ്ക് ദാറ്റ് ഗ്ലൈക്കോജൻ സ്റ്റോറീസ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്ലൈക്കോജൻ പ്രൈമർ വേണം. സോ ഗ്ലൈക്കോജൻ പ്രൈമർ ഒരു പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് ആണ്. പേര് ഗ്ലൈക്കോജനിൻ. സോ സപ്പോസ് ദിസ് ഈസ് ഗ്ലൈക്കോജനിൻ ആണ് എന്ന് വിചാരിക്കുക. ഇതൊരു പ്രോട്ടീൻ ആണല്ലോ. പ്രോട്ടീൻ ആകുമ്പോഴത്തേക്കും അതിലൊരു അമിനോ ആസിഡ് ഉണ്ട്. ആൻഡ് ദിസ് അമിനോ ആസിഡ് റെസിഡ്യൂ ഈസ് ടൈറോസ്. ടൈറോസിൻ നമുക്കറിയാം ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ള ഒരു അമിനോ ആസിഡ് ആണ്. ആൻഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ UDP
UDP ഗ്ലൂക്കോസ് അങ്ങ് പിടിപ്പിക്കുക. ഇവിടെ കൊണ്ടുവന്ന് പിടിക്കും. സോ ആദ്യത്തേത് ഇവിടെ പിടിപ്പിക്കുന്ന ആൻഡ് ദിസ് ഈസ് ഓട്ടോഗ്ലൈക്കോസിലേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ ഗ്ലൈക്കോജൻ ഒന്നും കൂടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലൂക്കോസ് അങ്ങ് പിടിപ്പിക്കുന്നു, UDP പുറത്തേക്ക് പോകും. ആൻഡ് ഇത് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. നമ്മൾ അതിനെ തുടക്കമായതുകൊണ്ട് ഗ്ലൈക്കോജൻ ഇനീഷ്യേറ്റർ സിന്തേസ് എന്നാണ് വിളിക്കുക. തുടക്കം ഉണ്ടാക്കും. അപ്പൊ ഒരു 3 എണ്ണമൊക്കെ ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റും ആദ്യം. സോ 3 ഗ്ലൂക്കോസ് വരെ ആദ്യത്തെ ഒറ്റയടിക്ക് നമുക്ക് പിടിപ്പിക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിനെ നമ്മൾ ഇനീഷ്യേഷൻ എന്നാണ്. സോ ഇൻ ഇനീഷ്യേഷൻ UDP ഗ്ലൂക്കോസ് ഈസ് കണക്റ്റഡ് ടു ദ ഗ്ലൈക്കോജനിൻ ഓർ ഗ്ലൈക്കോജനിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഗ്ലൈക്കോജൻ പ്രൈമർ ആണ്. സോ ഒരു 3 എണ്ണം വരെ പിടിപ്പിച്ചു എന്ന് വിചാരിക്കും. ഇത് ഗ്ലൈക്കോജൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീഷ്യേഷൻ. പിന്നെ അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്നതും ദിസ് ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. ഇതാണ് ഇമ്പോർട്ടന്റ് എൻസൈം ആൻഡ് ദിസ് ഇസ് ദ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആണ്. സോ ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ ഈ വന്ന ഈ ഭാഗത്തേക്ക് വീണ്ടും ഒരു 13 എണ്ണം 13 UDP ഗ്ലൂക്കോസ് അങ്ങ് കൊണ്ടുവന്ന് പിടിപ്പിക്കുക. ഇങ്ങനെ 3 4 5 6 7 8 9 10 11 12 13 ഒരു 11-13 വരെ ഇങ്ങനെ അങ്ങ് പിടിപ്പിക്കും ഫസ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ അതിന്റെ എല്ലാം UDP പുറത്തേക്ക് പോകും. ഓൺലി ഗ്ലൂക്കോസ് മാത്രമാണ് ഇങ്ങനെ പിടിക്കുക. ഇതെല്ലാം ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണെന്നും കൂടി ഓർക്കുക. സോ ഒരു 11-13 വരെയെങ്കിലും ഒട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതാണ് ഇലോങ്ങേഷൻ സ്റ്റെപ്പ് എന്ന് പറയാം. അപ്പൊ നമുക്കൊരു ലീനിയർ സ്ട്രാൻഡ് ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് കിട്ടി. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈസ് ബ്രാഞ്ചിങ് ആണ്. ആൻഡ് ഇതിന് വേണ്ട എൻസൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രാഞ്ചിങ് എൻസൈം എന്ന് വിളിക്കാം. ബ്രാഞ്ചിങ് എൻസൈം അല്ലെങ്കിൽ ഗ്ലൂക്കോസോയിൽ ആൽഫ 16 ട്രാൻസ്ഫറേസ് എന്നും നമുക്കതിന് കൃത്യമായിട്ട് വേണമെങ്കിൽ പേര് വിളിക്കാം. ആൻഡ് ഇത് ചെയ്യുന്നത് ഒരു ആൽഫ 16 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഈ എൻസൈം ഉണ്ടാക്കുക. ആൻഡ് ഇതിന് 2 പണിയുണ്ട്. ഒന്ന്, ഇത് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. സോ ഇവിടെ നിന്നൊരു 5 to 8 എണ്ണം, ഇത് ഒരു 8 എണ്ണം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. അപ്പൊ ഇത്രയും ഭാഗം കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി പിടിക്കുക. ഇതിപ്പോ ഒരു 6ാമത്തെ പൊസിഷൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത സാധനം ആൻഡ് ഇവിടുത്തെ ലിങ്കേജ് ആണ് നമ്മൾ പറഞ്ഞത് ആൽഫ 16 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. സോ ഇത് ചെയ്യുന്നത് ഈ എൻസൈം ആണ്, ബ്രാഞ്ചിങ് എൻസൈം ആണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇല്ല, ഇപ്പൊ ഇവിടെയും ഇപ്പൊ ഓപ്പൺ ആയി. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പ് വീണ്ടും ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ അത് ഇവിടെയും നടക്കാം, ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യാം ആൻഡ് ഇവിടെയും ഇലോങ്ങേറ്റ് ചെയ്യും. വീണ്ടും ബ്രാഞ്ചിങ് എൻസൈം വരും, അത് കട്ട് ചെയ്തിട്ട് ഇവിടെ പിടിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പിടിപ്പിക്കാം. സോ ദാറ്റ് വിൽ കണ്ടിന്യൂ. അങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ വരച്ച ഇങ്ങനെ സംഭവം നമുക്ക് കിട്ടും. സോ ഇതാണ് ഗ്ലൈക്കോജൻ സിന്തസിസ് എന്ന് പറയും. ആൻഡ് ദിസ് ബ്രാഞ്ചിങ് ഇലോങ്ങേഷൻ ആൻഡ് ദിസ് വിൽ കണ്ടിന്യൂ ആൻഡ് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ ഇതിന്റെ എനർജറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്ലൂക്കോസും ഗ്ലൈക്കോജൻ പിടിപ്പിക്കാനായിട്ട് നമുക്ക് 2 ATP വീതം ചെലവാകുന്നുണ്ട്. സോ എനർജി ചെലവാകുന്ന പ്രോസസ് ആണ്. സോ ദിസ് ഇസ് ആൻ എൻഡർഗോണിക് പ്രോസസ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഇസ് ആൻ എൻഡർഗോണിക് പ്രോസസ്. ഒരു ATP നമ്മൾ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കാനാണെങ്കിൽ രണ്ടാമത് UTP-യിൽ നിന്ന് നമുക്ക് UDP ഉണ്ടാകുമ്പോൾ ഒരു എനർജി പോകും. സോ അങ്ങനെ മൊത്തം 2 എനർജി വെച്ച് പോകും. ആൻഡ് ഇനി നമുക്ക് പറയേണ്ടത് ഇതിന്റെ റെഗുലേഷൻ ആണ്. ഒന്ന് ഇൻസുലിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻസുലിൻ 2 രീതിയിൽ നമുക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാം. ഒന്ന് അലോസ്റ്ററിക് ഉണ്ട്. അലോസ്റ്ററിക് റെഗുലേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നതായിരിക്കും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് സെല്ലിനകത്ത് കൂടി കഴിയുമ്പോൾ ദിസ് ക്യാൻ ആക്ടിവേറ്റ് ദ ഗ്ലൈക്കോജൻ സിന്തേസിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഗ്ലൈക്കോജൻ ഉണ്ടാകും. ദെൻ രണ്ടാമത്തത് കോവാലന്റ് മോഡിഫിക്കേഷൻ ആണ്. കോവാലന്റ് മോഡിഫിക്കേഷൻ നമ്മൾ ഇൻസുലിന്റെ കാര്യം പറഞ്ഞത്. ഇൻസുലിന് ഗ്ലൈക്കോജൻ സിന്തേസിനെ ഡീഫോസ്ഫോറിലേറ്റ് ചെയ്യാം. ഡീഫോസ്ഫോറിലേഷൻ നടത്തി കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നേരെ എതിരായിട്ട് ഇപ്പോൾ ഗ്ലൂക്കോഗോൺ ഉണ്ട്. ദെൻ അഡ്രിനാലിൻ പോലെയുള്ളവ എന്ത് ചെയ്യും? അത് അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. സോ ഗ്ലൈക്കോജൻ സിന്തേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനാക്റ്റീവ് ആകും. ഗ്ലൈക്കോജൻ സിന്തസിസ് കുറയും. ഓക്കെ, സോ അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയായിരിക്കും ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്ലൈക്കോജനസിസ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമുക്ക് ഇടിച്ച് പൊട്ടിക്കണം. അതിനെപ്പറ്റി ഗ്ലൈക്കോജിനോലൈസിസ് നമുക്ക് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.